إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന സദത്തോടുന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ മാസമായ റമദാൻ നമ്മളിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് പല ഒരുക്കങ്ങളും നാം ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീടുകൾ വൃത്തിയാക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അടക്കി ഒതുക്കി വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് റമദാനിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. പള്ളികളും അതുപോലെ തന്നെയാണ് റമദാനിന് മുന്നോടിയായിക്കൊണ്ട് സകല പണികളും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ജനങ്ങളിൽ റമദാനിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ പല വിഭാഗങ്ങളായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പലതരത്തിലാണ് ആളുകൾ റമദാനിനെ വരവേൽക്കാൻ ഇരിക്കുന്നത്. ചില ആളുകൾ വളരെ വെറുപ്പോടുകൂടിയാണ് റമദാൻ അതിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത്. അവർക്ക് നോമ്പെന്ന് പറയുന്ന സമയത്ത് വലിയ അസ്വസ്ഥതയാണ്. കാരണം ദുനിയാവിലുള്ള പല കാര്യങ്ങളും നോമ്പാവുന്ന സമയത്ത് അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ അവർ അസ്വസ്ഥരാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ ഇത്തരം ആളുകൾക്ക് താല്പര്യം വളരെ കുറവുമാണ്. മാത്രമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിൽ ഈ ഒരു വിഭാഗം ആളുകൾ അലസത കാണിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ ഒരു വിഭാഗം കൂട്ടർ. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഭയക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
സൂറത്ത് മുഹമ്മദിലെ 9-ാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്, ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. ഒരു കൂട്ടരുണ്ട്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ കാര്യത്തെ വെറുക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമലുകൾ, അവർ ചെയ്ത കർമ്മങ്ങൾ മുഴുവനും നിഷ്ഫലമാക്കി കളയുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മമായാലും, പ്രത്യേകിച്ച് നോമ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനോട് വെറുപ്പ് കാണിക്കുന്നത് കുഫ്റാണെന്ന് പോലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കൊണ്ട് കാണാൻ കഴിയുന്നതാണ്. വളരെ ഗൗരവത്തോടു കൂടി ഈ ഒരു വിഷയത്തെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റു ചില ആളുകൾ കച്ചവടം കണ്ണോടുകൂടിയാണ് റമദാൻ മാസം വരുന്ന സമയത്ത് അതിനെ കാണുന്നത്. അവർക്ക് റമദാൻ എന്ന് പറയുമ്പോൾ കച്ചവടത്തിനുള്ള ഒരു സീസണാണ്. മാത്രമല്ല പുതിയ പുതിയ പല കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതായി കൊണ്ടും നമുക്ക് കാണാൻ കഴിയും. എല്ലാ ആളുകളും ഇബാദത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ഈ ഭാഗം ആളുകൾ കച്ചവടത്തിലായിക്കൊണ്ട് ദുനിയാവിന്റെ അപ്പകഷ്ണത്തിന് പിന്നാലെ ഓടുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പറഞ്ഞു വന്നത് റമദാൻ കാലത്ത് കച്ചവടം പാടില്ല എന്നുള്ളതല്ല, നേരെ മറിച്ച് പൂർണ്ണമായി കൊണ്ടും ഇബാദത്തുകളിൽ നിന്ന് വിട്ടുനിന്ന് കച്ചവടത്തിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടുള്ളതല്ല. അത്തരം ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെക്കുറിച്ച് അങ്ങേയറ്റം ഭയക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു റമദാൻ എന്ന് പറയുന്ന ഒരു അവസരം നമുക്ക് മുന്നിലേക്ക് വെച്ച് തരുന്ന സമയത്ത് ആ അവസരത്തെ പൂർണ്ണമായി കൊണ്ട് തള്ളിക്കളയുന്ന സാഹചര്യം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടുള്ളതല്ല. അതിനെ തൊട്ട് ജാഗ്രതരായി ഇരിക്കേണ്ടത് ഓരോരുത്തരുടെയും മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. മറ്റു ചില ആളുകളുണ്ട്, അവർക്ക് റമദാൻ എന്ന് പറയുമ്പോൾ അവരുടെ ശരീരം നന്നാക്കാൻ, ഒന്ന് പട്ടിണി കിടന്നാൽ അല്ലെങ്കിൽ ഒന്ന് ഭക്ഷണം കുറച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം ഒന്ന് ഒതുങ്ങി കിട്ടുമെന്ന നീയത്തോടുകൂടി നോമ്പെടുക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ ഭക്ഷണം കൊതിച്ചുകൊണ്ടും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ ആഗ്രഹിക്കുന്നതും കാണാൻ കഴിയും. ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് യാതൊരു കർമ്മവും നമുക്കുണ്ടാവൂല. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി കൊണ്ട് നിഷ്ഫലമാക്കി കളയുമെന്ന കാര്യം വളരെ ഗൗരവപൂർവ്വം തന്നെ നാം ഓരോരുത്തരും എടുക്കേണ്ടതുണ്ട്. എന്നാൽ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ റമദാൻ വരുന്ന സമയത്ത് വളരെ സന്തോഷപൂർവ്വം അതിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നവരാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനാണ് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന മഹത്തായ റമദാൻ എന്ന ആ ഒരു അവസരം അതിനെ പരമാവധി ഇബാദത്തിലായി കൊണ്ട് ഉപയോഗപ്പെടുത്താനാണ് വിശ്വാസികൾ ശ്രമിക്കുക. അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്താനാണ്, അല്ലാഹുവിലേക്ക് അടുക്കാനാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും നാം ഓരോരുത്തരും ചെയ്യേണ്ടതുമായിട്ടുള്ളത്. റമദാൻ എന്നുള്ളത് പുണ്യമായ മാസമാണ്. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശഹ്റുൽ മുബാറക്, അത് അനുഗ്രഹീതമായ മാസമാണ് എന്നുള്ളതാണ്. ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണല്ലോ പ്രിയമുള്ളവരെ റമദാൻ മാസം എന്നുള്ളത്. അതുപോലെ തന്നെ നരകത്തിന്റെ കവാടങ്ങൾ പൂർണ്ണമായി കൊണ്ടും കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ് ഈ വരാനിരിക്കുന്ന റമദാൻ മാസം. ശൈത്താനുമാരെ പൂർണ്ണമായി കൊണ്ടും ചങ്ങലക്കിടുന്ന ബന്ദികളാക്കുന്ന മാസമാണ് പ്രിയമുള്ളവരെ റമദാൻ മാസം എന്നുള്ളത്. മാത്രമല്ല ഈ റമദാൻ മാസത്തിലാണ് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ രാവ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ഒരുങ്ങുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്രയും പുണ്യമുള്ള ഈ മാസത്തിൽ നമ്മളായി തന്നെ അതിന്റെ പ്രതിഫലം വിശുദ്ധമാക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല. റമദാൻ വരുന്ന സമയത്ത് അതിനെ വരവേൽക്കാനായിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം എന്ന നിലക്ക്, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എന്ന നിലക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പല കാര്യങ്ങൾ നമുക്ക് മുന്നിൽ വെച്ച് തരുന്നുണ്ട്. അക്കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നല്ല നിലക്ക് റമദാനിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നത് കൂടി നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. റമദാൻ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആഗതമാവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ മനസ്സും ശരീരവും ഒരുക്കി വെക്കണമേ എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നോമ്പ് കൊണ്ട് റമദാനിനെ വേണ്ടി നിങ്ങൾ തയ്യാറാവുക
തയ്യാറാവുക എന്നതാണ്. ഇങ്ങനെ പറയാൻ കാരണം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, റമദാനിന് മുമ്പായിക്കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത് റമദാനിലേക്കുള്ള ഒരു തംബീനാണ്, അഥവാ അതൊരു പരിശീലനമാണ് എന്നുള്ളതാണ്. അങ്ങനെ റമദാനിന് മുമ്പായിക്കൊണ്ട് നമ്മൾ കുറച്ച് നോമ്പൊക്കെ എടുത്തു കഴിയുമ്പോൾ റമദാൻ വരുന്ന സമയത്ത് യാതൊരു പ്രയാസവും ഇല്ലാതെ ഉന്മേഷത്തോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയും എന്നതാണ് അതിനുള്ള കാരണം. മഹാനായ പണ്ഡിതൻ അബൂബക്കർ അൽ-ബൽഖി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, റജബ് മാസം എന്നുള്ളത് അത് കൃഷി ചെയ്യാനുള്ള മാസമാണ്. ഷഅബാൻ മാസം എന്നുള്ളത് ആ കൃഷിക്ക് വെള്ളം നനയ്ക്കാനുള്ള മാസമാണ്. റമദാൻ മാസം എന്നുള്ളത് ആ കൃഷി കൊയ്തെടുക്കാനുള്ള മാസമാണെന്ന് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചുരുക്കത്തിൽ റമദാനിന് മുമ്പായിക്കൊണ്ട് നല്ല നിരക്ക് നാം നോമ്പെടുത്ത് തന്നെ അതിനു വേണ്ടി തയ്യാറാവണം എന്നതാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക എന്നുള്ളത്. കഴിഞ്ഞു പോയ റമദാനിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കൂടി എത്രയും പെട്ടെന്ന് അനുഷ്ഠിച്ച് അതിന്റെ ആ ഒരു ബാധ്യത നമ്മളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. രണ്ടാമതായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, രാത്രി നമസ്കാരം കൊണ്ട് നിങ്ങൾ റമദാനിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊള്ളുക. ഇപ്പോൾ നാം വിത്റും അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരവും ഒക്കെ ആരംഭിക്കുകയാണെങ്കിൽ, അതൊക്കെ നിർവഹിച്ചു പോരുകയാണെങ്കിൽ റമദാൻ വന്ന സമയത്ത് തറാവീഹും അതുപോലെ തന്നെ ഖിയാമുൽ ലൈലും ഒക്കെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. നിഷ്പ്രയാസം നമുക്കതിൽ പങ്കെടുക്കാൻ കഴിയും. യാതൊരു മടിയും അലസതയും ഒന്നും ഉണ്ടാവുകയില്ല എന്നത് തന്നെയാണ് അതിനുള്ള കാരണം. ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാത്രി നമസ്കാരം നാം തുടങ്ങേണ്ടത് ഒരു 3 റക്അത്ത് കൊണ്ടൊക്കെ മതി. തുടക്കത്തിലൊക്കെ ആരംഭത്തിലൊക്കെ നമ്മൾ ഒരു 3 റക്അത്ത് ഇശാക്ക് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പോ ആയിക്കൊണ്ട് നിർവഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് പ്രയാസമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ജീവിതകാലം മുഴുവനും നിലനിർത്താൻ സാധിക്കുന്നത് കൂടി നാം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. മൂന്നാമതായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നിർബന്ധമായിട്ടുള്ള നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധ, അതിന്റെ മേലുള്ള സൂക്ഷ്മത നാം എല്ലാവരും പുലർത്തേണ്ടതുണ്ട്. ഒരു നമസ്കാരവും ഒരു ഫർദ് നമസ്കാരവും നാം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. നേരെ മറിച്ച് അത് കൃത്യമായി കൊണ്ട് കൃത്യസമയത്ത് ജമാഅത്തോടുകൂടി നമസ്കരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വേണം റമദാനിന് വേണ്ടിയിട്ട് നാം തയ്യാറാവാൻ. നാലാമതായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, റമദാൻ മാസത്തിന് വേണ്ടിയിട്ട് ഈ നല്ല സൽസ്വഭാവം, നല്ല സ്വഭാവം കൊണ്ട് നീ ഒരുങ്ങണേ എന്ന് അവർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മോശമായ പല സ്വഭാവങ്ങൾ ഉണ്ടാവും. അതൊക്കെ പൂർണ്ണമായി കൊണ്ട് വെടിഞ്ഞ് നല്ല സ്വഭാവം അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നല്ല നിലക്ക് ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ആ രീതിയിൽ റമദാനിനെ വരവേൽക്കാൻ നാം ഓരോരുത്തരും മുൻകൈയെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്നുള്ളത് ഖുർആനായിരുന്നു എന്ന് മഹദി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി കൊണ്ടും കഴിവിന്റെ പരമാവധിയെങ്കിലും നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ റമദാനിന് മുമ്പായി കൊണ്ട് ആ ഒരു പരിശീലനം നാം ഓരോരുത്തരും തുടങ്ങി വെക്കേണ്ടതുണ്ട്. അഞ്ചാമതായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നു, ഖുർആൻ കൊണ്ട് റമദാനിന് വേണ്ടി നീ തയ്യാറാവുക എന്നുള്ളതാണ്. റമദാൻ അതിനു മുമ്പായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ, ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, പിന്നീട് റമദാൻ വന്നു കഴിയുമ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ നല്ല നിലക്ക് അതിനോടുള്ള ബന്ധം കൂടുതൽ നന്നാക്കാൻ കഴിയും എന്നത് നാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പലരും റമദാൻ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഖുർആൻ പാരായണത്തിന് വേണ്ടി റമദാൻ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ പലരും അത് ആരംഭിക്കും. പിന്നീട് കുറച്ച് കഴിയുന്ന സമയത്ത് അതിനോട് അലസത തോന്നുകയും പിന്നീട് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് റമദാനിന് മുമ്പ് തന്നെ ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം നാം അത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത്. മാത്രമല്ല വമ്പിച്ച പ്രതിഫലമാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആനിനോട് അടുപ്പം കാണിക്കുന്ന ഖുർആനിന്റെ ആളുകൾക്കുള്ളത്. മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഫഇന്നഹു, തീർച്ചയായും ഖുർആൻ എന്നുള്ളത് യഅതി യൗമൽ
ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി അതിന്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യുന്നവനായിക്കൊണ്ട് ഖുർആൻ ഖിയാമത്ത് നാളിൽ വരും എന്ന ആ ഒരു വാഗ്ദാനം നാം ഓരോരുത്തരും അത് മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ശഅബാൻ മാസം അവസാനിക്കുന്നതിന് മുമ്പ് റമദാൻ തുടങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് ഖുർആനുമായുള്ള സുഹബത്ത് അതുമായുള്ള ബന്ധം നാം തുടങ്ങേണ്ടതുണ്ട്. അത് നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആറാമതായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന നമ്മളെല്ലാവരും ശ്രദ്ധരാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സിലത്തുർ റഹീം അഥവാ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. നിസാരമായ കാരണങ്ങൾ കൊണ്ട് പല കുടുംബങ്ങളും അകന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഒരുമിച്ച് കൂട്ടാൻ, അതൊക്കെ വീണ്ടും ചേർത്ത് പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് റമദാനിന് മുമ്പായി കൊണ്ട് തന്നെ നാം ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖാല ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസിലു അല്ലദീ ഇദാ ഖുതിഅത് റഹിമഹു വസലഹ. ഇങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറുന്നവരോട് തിരിച്ച് നല്ല നിലക്ക് പെരുമാറുന്നവനല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ. നേരെ മറിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് കുടുംബബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവനെന്ന് മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിന് മഹത്തായ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് താഴ്ന്നു കൊടുത്താൽ, ഒന്ന് കിടന്ന് ഒതുക്കി വെച്ചുകൊണ്ട് അവരോടൊന്ന് സലാം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ അത് നീട്ടി വലിക്കാതെ, അതിനെ നീട്ടിക്കൊണ്ടുപോവാതെ പെട്ടെന്ന് തന്നെ ആ ഒരു വിഷയത്തിൽ പരിഹാരം കണ്ടെത്തി റമദാനിന് വേണ്ടി ആ ഒരു തരത്തിലും നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടതുണ്ട്. ഏഴാമതായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ഹൃദയങ്ങൾ അത് നന്നാക്കിക്കൊണ്ട് റമദാനിനെ വരവേൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. റമദാനിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാവുന്നതുപോലെ ഹൃദയം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവനും നന്നാവുമെന്ന് മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ. നീ അറിയണേ, തീർച്ചയായും നിന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹൽ ജസദു കുല്ലു. അതെങ്ങാനും നന്നായി കഴിഞ്ഞാൽ നിന്റെ ശരീരം മുഴുവനും നന്നാകും. വ ഇദാ ഫസദത്. അതെങ്ങാനും മോശമായി കഴിഞ്ഞാലോ ഫസദൽ ജസദു കുല്ലു. നിന്റെ ശരീരം അത് പൂർണ്ണമായി കൊണ്ടും അത് മോശമായി തീരും. അലാ നീ അറിയണേ, വഹിയൽ ഖൽബ്. അത് ഹൃദയമെന്ന ആ ഒരു മാംസകഷ്ണമാണ് എന്നുള്ളത്. ആ ഒരു ഹൃദയത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ മനസ്സിനെ നന്നാക്കുന്ന വിഷയത്തിൽ, ഹൃദയം നന്നാക്കുന്ന വിഷയത്തിൽ, വൃത്തികേടുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിഷയത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ റമദാനെ വരവേൽക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. എട്ടാമതായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ് സദഖകൾ കൊണ്ട് നീ റമദാനിന് വേണ്ടി തയ്യാറാവുക എന്നുള്ളത്. സദഖയുടെ പ്രാധാന്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സദഖ നൽകുന്ന ആൾക്ക് വേണ്ടി മലക്ക് പ്രാർത്ഥിക്കുമെന്നും ആ സദഖയെ പിടിച്ചു വെക്കുന്ന, ചിലവഴിക്കാതെ വിശുക്കുന്ന ആൾക്ക് എതിരായി കൊണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നത് മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ റമദാനിന് മുമ്പായി കൊണ്ട് സദഖ നൽകി അതൊരു പരിശീലനമാക്കി നമ്മളേവരും മാറ്റി തീർക്കേണ്ടതുണ്ട്. റമദാനിൽ ആ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ ഈ ഒരു വിഷയം നാം ഏവരെയും സഹായിക്കുന്നത് കൂടി നാം മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് സ്വന്തത്തോടുപോലെ നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീകളിലും സ്വാലിഹീങ്ങളിലും നാം ഇവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പിന്റെ വിഷയമാണ് സൂചിപ്പിക്കുകയുണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൗബ അഥവാ പശ്ചാത്താപം എന്നുള്ളത്. ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ നിരത്തി വെച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ മടങ്ങാൻ, അതിൽ നിന്നൊക്കെ പാപമോചനം തേടുന്ന വിഷയത്തിൽ
നാം ഓരോരുത്തരും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നല്ല മനസ്സോടുകൂടി പാപങ്ങൾ കളഞ്ഞുകൊണ്ടാണ് റമദാനിനെ നാം വരവേൽക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ പൂർണ്ണമായി കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, തൗബ എന്നുള്ളത് അത് കൃത്യമായി കൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു നിർബന്ധ ഘടകം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ തൗബ സ്വീകരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു കാര്യം കൃത്യമായി കൊണ്ട് അദ്ദേഹത്തിന്റെ വചനത്തിലൂടെ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൈ നീട്ടുന്നുണ്ട്. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, വയബ്സുതു യദഹു ബിന്നഹാരി, പകലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈ നീട്ടുന്നു ലിയതൂബ മുസീഉൻ ലൈൽ, രാത്രി തെറ്റ് ചെയ്ത ആൾ പശ്ചാത്താപം നൽകാൻ അല്ലാഹു കൈ നീട്ടുകയാണ് എന്ന കാര്യം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് പൂർണ്ണമായി കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകും എന്നൊരു ബോധ്യം നാം ഇവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അവിടെ നമുക്ക് നിരാശ ഒരിക്കലും പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തു സുമറിലൂടെ പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം നഫ്സുകളോട് അക്രമം കാണിച്ച ആളുകളോട് നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാവാൻ പാടില്ല. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സകല പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, തീർച്ചയായും അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്, അല്ലാഹു കരുണാനിധിയാണെന്ന് നാം ഏവരെയും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര പാപം ചെയ്താലും ശരി, ആ വിഷയത്തിൽ നിരാശ പാടില്ല. റമദാൻ വരുന്നതിന് മുമ്പായി കൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുക നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അവസാന ഭാഗത്ത് ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവന്റെ അടിമകളോട് പറയുമെന്നാണ്, ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ അവന് ഉത്തരം നൽകും എന്നുള്ളതാണ്. ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവന് നൽകും. ആരെങ്കിലും എന്നോട് പശ്ചാത്താപം ചെയ്താൽ, ആരെങ്കിലും എന്നോട് പൊറുക്കലിന് തേടിയാൽ ഞാൻ അവൻ പുറത്തു കൊടുക്കുമെന്ന് റബ്ബ് ഒന്നാം ആകാശത്ത് നിന്ന് പറയുമെന്ന് മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, തൗബയുടെ വാതിൽ അത് അടയുന്നത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന ആ ഒരു സമയത്താണ്. അതിനുശേഷം യാതൊരു അവസരവും ഉണ്ടാവുകയില്ല. അതിന് മുമ്പായി കൊണ്ട്, നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പായി കൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന വിഷയത്തിൽ നാം ഏവരും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അവസാനമായി കൊണ്ട് ഇഖ്ലാസോട് കൂടി വേണം റമദാൻ മാസത്തെ നാം എല്ലാവരും സ്വീകരിക്കാൻ. ഒരിക്കലും നമ്മുടെ ഈ ഒരു കർമ്മത്തിൽ ലോകമാന്യത അഥവാ കടന്നു വരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകമാന്യത എന്നത് ഒരു ശിർക്കിന്റെ ഇനത്തിലാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. ആ ഒരു വിഷയം കൃത്യമായി കൊണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി വെറുപ്പോടുകൂടി നോമ്പെടുക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതിൽ നിന്നൊക്കെ പൂർണ്ണമായി കൊണ്ട് വിട്ടുനിൽക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല പ്രിയമുള്ളവരെ, തഖ്വ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ, അത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന
വിഷയത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ, അതിൽ നിന്നൊക്കെ സൂക്ഷ്മത കാണിക്കൽ, പറഞ്ഞ കാര്യം അത് ചെയ്യലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് പൂർണ്ണമായി അനുസരിക്കലും അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കലുമാണ് തഖ്വ കൊണ്ട് ഉദ്ദേശമാക്കുന്നത്. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടതുണ്ട്. റമദാനിന് മുൻപായി കൊണ്ട് സകല തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പൂർണ്ണ ശുദ്ധിയോടുകൂടി മനസ്സും ശരീരവും പൂർണ്ണമായി ശുദ്ധീകരിച്ചുകൊണ്ട് റമദാനിന് വേണ്ടി സജ്ജീകരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാൻ അതിനെ വരവേൽക്കുന്നതിന് വേണ്ടി, അതിലേക്ക് പ്രവേശിക്കാനുള്ള മഹത്തായ തൗഫീഖിന് വേണ്ടി നാം ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ റമദാൻ കഴിഞ്ഞാൽ 6 മാസം ആ കഴിഞ്ഞ റമദാനിലുള്ള കർമ്മങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്നും പിന്നീടുള്ള 6 മാസം അടുത്ത റമദാനിലേക്ക് എന്നെ എത്തിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുമെന്നും നമുക്ക് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. ആ ഒരു ചര്യ നാം ഏവരും പിൻപറ്റേണ്ടതുണ്ട്. അല്ലാഹുവിനോട് ഈ റമദാനിനെ വരവേൽക്കാനുള്ള ആ ഒരു തൗഫീഖിനെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിനെ നല്ല നിലക്ക് അത് കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി വരവേൽക്കാൻ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ തൗഫീഖ് നാം ഇവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല തെറ്റുകുറ്റങ്ങൾ പുറത്തു നൽകി മാപ്പാക്കിത്തരുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മളിൽ പലരും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു തരണമേ റബ്ബേ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ രോഗം നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ധാരാളം മുസ്ലിമീങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് റബ്ബേ. അവർക്ക് ശാന്തിയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അവസാനം ആ കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുമുള്ള മഹത്തായ ഭാഗ്യം നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين وأذل الكفر والكافرين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. رب ارحمهما كما ربونا صغارا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله وسلم وبارك على نبيك محمد صلى الله عليه وسلم وعلى اله وصحبه وسلم تسليما كثيرا كثيرا. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.